Hi all, welcome back to Competitive Cracker. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ പവർ ജനറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ഉണ്ട് അല്ലേ. നമുക്ക് ആ മൊഡ്യൂളിലെ MCQ സീരീസും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് MCQ സീരീസ് പാർട്ട് 8 ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു സെക്ഷൻ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് പവർ ജനറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്. അവിടെ എന്തൊക്കെ ഏരിയാസ് ആണ് നിങ്ങൾ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ? വേരിയസ് സോഴ്സസ് ഓഫ് എനർജി അല്ലെ, അതായത് റിന്യൂബിൾ എനർജി ആണോ, നോൺ റിന്യൂബിൾ എനർജി സോഴ്സസ് ആണോ, അല്ലെങ്കിൽ കൺവെൻഷണൽ ആണോ, നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ്. ഇങ്ങനെ നമ്മൾ എന്താണ് നമ്മളുടെ എനർജി റിസോഴ്സസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നന്നായി പഠിച്ചു പോകേണ്ടതാണ് കേട്ടോ. ആ ഒരു മൊഡ്യൂൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ പഠിക്കേണ്ട കേസാണ് ഏതൊക്കെയാണ് റിന്യൂബിൾ സോഴ്സസ് ഓഫ് എനർജി, ഏതാണ് നോൺ റിന്യൂബിൾ സോഴ്സ് ഓഫ് എനർജി എന്നുള്ളത്. അതുപോലെ കൺവെൻഷണൽ വരുന്നത് നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് ഒക്കെ നമ്മൾ നീറ്റ് ആയിട്ട് പഠിക്കണം. അതിനൊക്കെ പ്രീവിയസ് ഇയറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അതുകൂടാതെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്, നമുക്കറിയാം പവർ ജനറേഷനിൽ വരുന്നത് ഹൈഡ്രോ ഇലക്ട്രിക്, തെർമൽ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, വിൻഡ്, സോളാർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ എക്യുപ്മെന്റ്സ് അവിടെ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ ഹൈഡ്രോ ആവുമ്പോൾ ഹൈഡ്രോയിൽ വരുന്ന കുറെ എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും അല്ലെ. പെൻ സ്റ്റോക്ക് പോലെയുള്ളത്, സർജ് ടാങ്ക്, അങ്ങനെ ഒരുപാട് ഡാം, സ്പിൽവേ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത ആ ഒരു ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഓരോ കാര്യങ്ങളും, ഇപ്പൊ സ്പിൽവേ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സർജ് ടാങ്കിന്റെ യൂസസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ആ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റീം പവർ പ്ലാന്റ് അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റ് ഒക്കെ നോക്കുകയാണെങ്കിലും അവിടെയും യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലെ. അതായത് ബോയിലർ, ഫർണസ് പോലുള്ള കാര്യങ്ങൾ, അതൊന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിന്റെയൊക്കെ ഫങ്ഷൻസ് എന്താണ്, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റിന്യൂബിൾ എന്താണ്, നോൺ റിന്യൂബിൾ സോഴ്സസ് ഓഫ് എനർജി റിസോഴ്സസ് പഠിക്കുക. അതുകൂടാതെ തെർമൽ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഡീസൽ പവർ പ്ലാന്റ്, സോളാർ പവർ അല്ലെ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്, വിൻഡ്, അതൊന്നൊക്കെ എല്ലാത്തിന്റെയും പാർട്സുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, വിച്ച് ഓഫ് ദ പവർ പ്ലാന്റ് യൂസ് കൺവെൻഷണൽ എനർജി സോഴ്സസ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഞാൻ പറഞ്ഞു എന്താണ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു തന്നു അല്ലെ. കൺവെൻഷണൽ, റിന്യൂബിൾ, നോൺ കൺവെൻഷണൽ സോഴ്സസ്. അപ്പൊ അതിനകത്ത് ഏതാണ് നോക്കിയേ, വിച്ച് ഓഫ് ദ പവർ പ്ലാന്റ് യൂസസ് കൺവെൻഷണൽ എനർജി സോഴ്സസ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. താഴെ തന്നിട്ടുള്ളതിൽ ഏത് പവർ പ്ലാന്റ് ആണ് കൺവെൻഷണൽ എനർജി സോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ റിന്യൂബിൾ ആയിട്ടുള്ളത്. റിന്യൂബിൾ അല്ല, നമുക്ക് നോൺ റിന്യൂബിൾ സോഴ്സസ് ഓഫ് എനർജിനെയാണ് നമ്മൾ എന്തിലാകത്ത് പെടുന്നത്, കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയപ്പെടുന്നത്. അതിനകത്ത് നോക്കിയേ, വിൻഡ് മിൽ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ടൈഡൽ പവർ സ്റ്റേഷൻ, സോളാർ പവർ പ്ലാന്റ് അല്ലെ. ഏതാണ് നോക്കിയേ, വിൻഡ്. വിൻഡ് എന്താണ്, ഒരു റിന്യൂബിൾ ആണ് അല്ലെ, റിന്യൂബിൾ എനർജി സോഴ്സസ് അല്ലെ വിൻഡ്. അടുത്ത നോക്കിയേ, ന്യൂക്ലിയർ പവർ സ്റ്റേഷന്റെ കേസിൽ വരുമ്പോൾ എന്താണ് വരുന്നത്, അത് റിന്യൂബിൾ ആണോ, നോൺ റിന്യൂബിൾ ആണോ, അത് നോൺ റിന്യൂബിൾ സോഴ്സസ് ആണ് അല്ലെ. അപ്പൊ എന്താണ് ഇതിനകത്ത് എന്താണ് കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് പറയുമ്പോൾ അത് ആരായിരിക്കും, നമ്മളുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണ്. ഏതാണ്, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണ് എന്ത്, കൺവെൻഷണൽ എനർജി സോഴ്സസ്. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാം നോൺ റിന്യൂബിൾ എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ തന്നെയാണ്. അടുത്ത നോക്കിയേ, ടൈഡൽ പവർ സ്റ്റേഷൻ, സോളാർ പവർ പ്ലാന്റ്, ഇതൊക്കെ എന്താണ്, റിന്യൂബിൾ സോഴ്സസ് ഓഫ് എനർജി ആണ് അല്ലെ. അപ്പൊ പിന്നെ എന്താണ്, നോൺ കൺവെൻഷണൽ ആണ്. അതൊക്കെ എന്താണ്, നോൺ കൺവെൻഷണൽ ആണ്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നോൺ കൺവെൻഷണൽ ആണ്, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആണ്. വിൻഡും എന്ത് തന്നെയാണ്, നോൺ കൺവെൻഷണൽ തന്നെയാണ്. ക്ലിയർ. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരും, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ ആണ്. അപ്പൊ നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഏതൊക്കെ പവർ പ്ലാന്റ് ആണ്, ഏതിന്റെയൊക്കെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത് ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഫോർ സ്മാൾ സ്കെയിൽ പവർ ജനറേഷൻ ടു സ്പെസിഫിക് പർപ്പസ്.
എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇതും നമുക്ക് എന്താണ് പവർ പ്ലാന്റ് റിലേറ്റഡ്, എനർജി സോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ സ്മാൾ സ്കെയിൽ പവർ ജനറേഷന് വേണ്ടി കുറച്ച്, അതായത് നമ്മളിപ്പോ തെർമലൊക്കെ എന്ന് പറയുമ്പോൾ തെർമൽ, അതുപോലെ ഹൈഡ്രോ ഒക്കെ എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ഇതിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? സ്മാൾ സ്കെയിൽ, കുറച്ച് ചെറിയ യൂസേജിന് മാത്രം അല്ലെ. സ്മാൾ സ്കെയിൽ പവർ ജനറേഷൻ ടു സ്പെസിഫിക് പർപ്പസ്, എന്തിനെങ്കിലും വേണ്ടി, ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ താഴെ തന്നിട്ടുള്ളത് ഏത് പവർ സ്റ്റേഷൻ ആണ്? ഹൈഡ്രോ, വിൻഡ്, ന്യൂക്ലിയർ, തെർമൽ. ഏതായിരിക്കും? ഹൈഡ്രോ ആണോ? ഹൈഡ്രോ പറഞ്ഞാൽ എന്താണ്? ലാർജ് അല്ലെ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് വലുതാണ്, അപ്പൊ അതല്ല. പിന്നെന്താണ്? വിൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ളതാണ്. അപ്പൊ നോക്കിയേ, പിന്നെ ന്യൂക്ലിയർ, തെർമൽ ഒക്കെ എന്താണ്? ലാർജ് സ്കെയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ഹൈഡ്രോ ഇലക്ട്രിക് ആയിക്കോട്ടെ, ന്യൂക്ലിയർ ആയിക്കോട്ടെ, തെർമൽ ഒക്കെ എന്തിലാണ്? ലാർജ് സ്കെയിൽ പവർ ജനറേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇൻ കേസ് ഓഫ് വിൻഡ് നമുക്ക് എന്താണ് എന്തിലായി കൺസിഡർ ചെയ്യാം? ഇതിനകത്തുള്ളത് സ്മാൾ സ്കെയിൽ പവർ ജനറേഷന്റെ അണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഹൈഡ്രോയും ന്യൂക്ലിയറും തെർമലും ഒക്കെ എന്തിലാണ് വരുന്നത്? ലാർജ് സ്കെയിലാണ് കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. ലാർജ് സ്കെയിൽ പവർ ജനറേഷന്റെ അകത്താണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. What type of power generating station has the lowest running cost? അപ്പൊ നമ്മൾ ഇതിന്റെ അതായത് സൈറ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പഠിക്കും. അപ്പൊ ഓരോന്നും, ഇപ്പൊ തെർമൽ എടുത്താലും ന്യൂക്ലിയർ എടുത്തോ ഹൈഡ്രോ എടുത്തോ, അതിൽ സൈറ്റ് കൺസിഡറേഷൻ, അതായത് കുറെ അല്ലെ, കുറെ ദൂരത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഓരോ പവർ സ്റ്റേഷൻ. നമ്മുടെ അടുത്താണോ പവർ സ്റ്റേഷൻ? അല്ല, ഒക്കെ എന്താണ്? കുറെ ദൂരത്താണ് നമ്മളുടെ പവർ സ്റ്റേഷൻ ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ ആവശ്യം വേണം? അപ്പൊ നമ്മളിപ്പോ ഒരു തെർമൽ എടുക്കുകയാണെങ്കിൽ അവർ ഫ്യുവൽ ആണ് യൂസ് ചെയ്യുന്നത്. കോൾ ഹാൻഡിലിംഗിന് വേണ്ടിയിട്ടുള്ള ആക്സസിബിലിറ്റി ഉണ്ടോ, അവിടെ വാട്ടർ അവൈലബിലിറ്റി ഉണ്ടോ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ സൈറ്റ് കൺസിഡറേഷനിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു കേസ് എടുക്കുമ്പോൾ നോക്കിയേ, വിച്ച് ടൈപ്പ് ഓഫ് പവർ ജനറേഷൻ സ്റ്റേഷൻ ഹാസ് ദ ലോവസ്റ്റ് റണ്ണിങ് കോസ്റ്റ്? ഓരോ പവർ ജനറേഷനും അതിൻ്റെതായ കോസ്റ്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്ത് നോക്കിയേ, ലോവസ്റ്റ്, ഏറ്റവും കുറവ്, റൺ ചെയ്യാൻ ഏറ്റവും ലോ ആയിട്ടുള്ള കോസ്റ്റ് ഉള്ള പവർ ജനറേഷൻ സ്റ്റേഷൻ ഏതാണെന്നാണ്. അപ്പൊ നോക്കിയേ, സ്റ്റീം പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ, അടുത്ത എന്താ? ഡീസൽ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ, ഹൈഡ്രോ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ, ഗ്യാസ് ടർബൈൻ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ബാക്കി എല്ലാത്തിലും, അതായത് സ്റ്റീം ആണെങ്കിൽ അവിടെ എന്താണ്? ഫ്യുവൽ, കോൾ അല്ലെ ആവശ്യമാണ്. അടുത്ത നോക്കിയാൽ ഡീസൽ ആണെങ്കിൽ എന്ത് വേണം? അവിടെയും നമുക്ക് ഫ്യുവൽ വേണം. അപ്പൊ ഫ്യുവലിന് കോസ്റ്റ് കൂടുതലല്ലേ. ഹൈഡ്രോ കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയേ, വാട്ടർ ആണ്. അപ്പൊ നമുക്ക് റണ്ണിങ് കോസ്റ്റ് എന്താണ്? കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം അവിടെ ആഷ് ഹാൻഡിൽ പോലുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള വേസ്റ്റേജ് ഒക്കെ കുറവാണ്. ഇന്ത്യന്റെ കമ്പയർ ചെയ്യുമ്പോൾ, ബാക്കിയുള്ള പവർ സ്റ്റേഷൻസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്താണ്? വേസ്റ്റേജ് പോലുള്ള കാര്യങ്ങൾ കുറവാണ് അല്ലെ. ഇപ്പൊ നമ്മൾ സ്റ്റീം അല്ലെങ്കിൽ തെർമലൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ്? അവിടെ ആഷ് ഹാൻഡിലിംഗ് സിസ്റ്റം വേണം, കോൾ പൾവറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഓരോ സ്റ്റേജിലും അതാണ്, അത്രയും പ്രോസസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കോസ്റ്റ് ഓട്ടോമാറ്റിക്കലായിട്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. പക്ഷെ നോക്കിയേ, നമ്മളുടെ കേസ് ഓഫ് എന്താണ്? ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ? നമ്മളുടെ വാട്ടർ ആണ് അല്ലെ. അപ്പൊ എന്താ? വാട്ടറിന് എന്താണ്? ഫ്യൂവൽ കോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതിനകത്ത്? കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഹൈഡ്രോ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. Question number 4. Which device is used for raising boiler efficiency of thermal power station? ഒരു thermal power stationന്റെ നമ്മൾ പഠിച്ചൂലേ thermal power station, അതിലെ ബോയിലർ എഫിഷ്യൻസി കൂട്ടുന്നത് ആരാണ്? ഏത് ഡിവൈസ് ആണ്? ബോയിലർ ഉണ്ട് അല്ലെ, ബോയിലർ വെച്ചിട്ടല്ലേ ചെയ്യുന്നതൊക്കെ. ബോയിലറിന്റെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്, ബോയിലറിന്റെ തെർമൽ എഫിഷ്യൻസി ഇവിടെ ആരാണ് കൂട്ടുന്നത്? ഏത് ഡിവൈസ് ആണ്? അപ്പൊ ഡിവൈസസിന്റെ പേര് നോക്കിയേ, എയർ പ്രീ ഹീറ്റർ, സൂപ്പർ ഹീറ്റർ, കണ്ടൻസർ, എക്കണോമൈസർ. ഏതായിരിക്കും? അപ്പൊ നോക്കി, നിങ്ങൾക്ക് അറിയാം നമ്മളുടെ എയർ പ്രീ ഹീറ്റർ ആയിക്കോട്ടെ എക്കണോമൈസർ ആയിക്കോട്ടെ ഒരേ ജോലി തന്നെയാണ് ഏകദേശം ചെയ്തു വരുന്നത് അല്ലെ. വേസ്റ്റ് ഹീറ്റിനെ എന്ത് ചെയ്യാണ്? ഇംപ്രൂവ് എഫിഷ്യൻസി ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ എയർ പ്രീ ഹീറ്റർ ആണോ, എക്കണോമൈസർ ആണോ, സൂപ്പർ ഹീറ്റർ ആണോ, കണ്ടൻസർ ആണോ ഒരു ബോയിലറിന്റെ എഫിഷ്യൻസിനെ തെർമൽ പവർ സ്റ്റേഷനിൽ കൂട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് എക്കണോമൈസർ ആണ്. ഏതാണ്? എക്കണോമൈസർ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
നമ്മളെ സൂപ്പർ ഹീറ്റർ എന്താ ചെയ്യാ? അപ്പോ നിങ്ങൾക്ക് ഡൗട്ട് വരില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓരോ പാർട്സുകളും അല്ലെ. എന്താ സൂപ്പർ ഹീറ്റർ ചെയ്യുന്നത്? വെറ്റ് ആയിട്ടുള്ള സ്റ്റീമിനെ എന്താണ് ഡ്രൈ ആക്കലല്ലേ, ഹീറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ എഫിഷ്യൻസി കൂടുവോ? ഇല്ല. അപ്പൊ സൂപ്പർ ഹീറ്ററിന്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് കിട്ടി. വെറ്റ് ഹീറ്റിനെ എന്താണ് ഡ്രൈ ആക്കി മാറ്റുക. ഡ്രൈ സ്റ്റീം, അതായത് വെറ്റ് ആയിട്ടുള്ള സ്റ്റീമിനെ എന്താക്കുക, ഡ്രൈ ആയിട്ട് മാറ്റുന്നതാണ് ഈ ഒരു സൂപ്പർ ഹീറ്ററിന്റെ വർക്ക് അല്ലെ. അപ്പൊ ഓരോന്നിന്റെയും വർക്കുകൾ എന്താണെന്ന് സ്പെസിഫൈ ചെയ്ത് നോട്ട് ചെയ്ത് പഠിക്കുക. അതെന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിനകത്ത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഒരു ബോയിലർ എഫിഷ്യൻസിനെ, തെർമൽ പവർ സ്റ്റേഷനിൽ ബോയിലർ എഫിഷ്യൻസിനെ കൂട്ടുന്നത് ഏത് ഡിവൈസ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, അത് നമ്മളുടെ എക്കണോമൈസർ ആണ്. ഏതാണ്? എക്കണോമൈസർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. What is the main function of air preheater in thermal power station? ഒരു തെർമൽ പവർ സ്റ്റേഷനിൽ, വീണ്ടും തെർമൽ പവർ സ്റ്റേഷൻ റിലേറ്റഡ് ആണ്. എന്താ ചോദിച്ചിട്ടുള്ളത്? എയർ പ്രീ ഹീറ്ററിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? എയർ പ്രീ ഹീറ്ററിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈസസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സ്റ്റീം, ഇൻക്രീസ് ഓവറോൾ എഫിഷ്യൻസി, എക്സ്ട്രാക്ട്സ് ഹീറ്റ് ഫ്രം ദ ഫ്ലൂ ഗ്യാസ്. ഓപ്ഷൻ ഡി, കണ്ടൻസസ് സ്റ്റീം ടു ദ ബോയിലർ. അപ്പോ എന്താ ചോദിച്ചുള്ളത്? എയർ പ്രീ ഹീറ്റർ. നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? എയർ പ്രീ ഹീറ്റർ. എയർ പ്രീ ഹീറ്ററിന്റെ ഫംഗ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എയർ പ്രീ ഹീറ്റർ എന്താ ചെയ്യാ? എയർ പ്രീ ഹീറ്റർ പേരിൽ തന്നെ ഉണ്ട്. എന്താ ചെയ്യുന്നത്? അത് എക്സ്ട്രാക്ട്സ് ഹീറ്റ് ഫ്രം ദ ഫ്ലൂ ഗ്യാസ് ആണ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? എക്സ്ട്രാക്ട്സ് ഹീറ്റ് ഫ്രം ദ ഫ്ലൂ ഗ്യാസ്. അപ്പൊ ഓരോന്നിന്റെയും, ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഓരോ പാർട്സുകളും അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഫങ്ഷൻസ് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഓരോ പാർട്സുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയാണ്. എല്ലാത്തിന്റെയും, ഹൈഡ്രോ എടുക്കുകയാണെങ്കിലും, തെർമൽ എടുത്തോട്ടെ, ന്യൂക്ലിയർ എടുത്തോട്ടെ, ഏതായത് വിൻഡ്, അതുപോലെ സോളാർ, എല്ലാത്തിന്റെയും പാർട്സുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പൊ സോളാർ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളെ സോളാറിന്റെ മെറ്റീരിയൽ ഏതാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകേണ്ടതാണ്. അപ്പൊ ഇതിനകത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മളുടെ ക്വസ്റ്റ്യനില് പ്രീ ഹീറ്റർ, എയർ പ്രീ ഹീറ്ററിന്റെ ഫംഗ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. എയർ പ്രീ ഹീറ്റർ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് എക്സ്ട്രാക്ട്സ് ഹീറ്റ് ഫ്രം ദ ഫ്ലൂ ഗ്യാസ്. ഇറ്റ് എക്സ്ട്രാക്ട്സ് ഹീറ്റ് ഫ്രം ദ, എന്താ ചെയ്യുന്നത്? ഫ്ലൂ ഗ്യാസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെന്താണ്? കണ്ടൻസസ് സ്റ്റീം ടു ദ ബോയിലർ. ആരാ ചെയ്യുന്നത്? നമ്മളുടെ കണ്ടൻസർ ആണ് അല്ലെ. അറിയാലോ, കണ്ടൻസർ അല്ലേ അത് ചെയ്യാ. അതായത് കണ്ടൻസസ് സ്റ്റീം ടു ദ ബോയിലർ എന്ന് പറയുന്നത് ആരുടെ വർക്കാണ്? കണ്ടൻസറിന്റെ പരിപാടിയാണ്. പിന്നെന്താ വരുന്നത്? ഓവറോൾ എഫിഷ്യൻസി നമ്മൾ നോട്ട് ചെയ്തതാണ് അല്ലെ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വാട്ടർ ടർബൈൻ ആർ യൂസ്ഡ് ഫോർ ഹൈ ഹെഡ് പർപ്പസ്? ഇത് നമ്മളുടെ ഹൈഡ്രോ ഇലക്ട്രിക്കിൽ യൂസ് ചെയ്യുന്ന വാട്ടർ ഹെഡുകൾ അല്ലെ, ടർബൈൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം ഈ ടർബൈൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇമ്പൾസ് ടർബൈൻ ആയിട്ടോ, റിയാക്ഷൻ ടർബൈൻ, ഫ്രാൻസിസ് ടർബൈൻ, കെപ്ലാൻ ടർബൈൻ എല്ലാം നമ്മൾ എന്തിൽ യൂസ് ചെയ്യും? നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷനിൽ യൂസ് ചെയ്യുന്ന ടർബൈൻസ് ആണ്. പക്ഷെ ഓരോന്നിനും എന്തുണ്ട്? അതിന്റെ ഹൈ ഹെഡ് ആണോ, ലോ ഹെഡ് ആണോ, മീഡിയം ഹെഡ് ആണോ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് ഇത്ര മീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണത്. നോട്ട് ചെയ്ത് പഠിച്ചു പോവുക. ഓരോ ടർബൈനും ടർബൈന്റെ ഹൈറ്റ്, അത് ഹൈ ഹെഡ് ആണോ, ലോ ഹെഡ് ആണോ, മീഡിയം ഹെഡ് ആണോ എന്നൊക്കെ നിങ്ങൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ഒരു ഹൈറ്റ് ഉണ്ട്, ഇത്ര മീറ്റർ എന്ന രീതിയിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ പഠിച്ചു പോവേണ്ടതാണ്. അപ്പൊ ഇതിനകത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? ഹൈ ഹെഡ് പർപ്പസിൽ യൂസ് ചെയ്യുന്നത് ഏത് ടർബൈൻ ആണ്? അപ്പൊ ഹൈ ഹെഡിൽ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഇമ്പൾസ് ടർബൈൻ ആണ് കേട്ടോ. ഇമ്പൾസ് ടർബൈൻ, അതായത് ഗ്രേറ്റർ ദാൻ, അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എബോ ഒരു 250 m, അല്ലെങ്കിൽ ചിലതിലൊക്കെ നമുക്ക് 300 മീറ്റർ എന്ന് പറയാം. ഇറ്റ് വിൽ ബി എബോ എത്രയായിരിക്കും? ഒരു 300 മീറ്റർ എന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ ഹൈ ഹെഡിൽ യൂസ് ചെയ്യുന്നത്. അടുത്തത് നോക്കിയേ, റിയാക്ഷൻ ടർബൈൻ. റിയാക്ഷൻ ടർബൈൻ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യാം? ഏത് ഹെഡിലാണ്? ലോ അല്ലെങ്കിൽ ചിലപ്പോൾ മീഡിയം അപ്ലിക്കേഷൻ, സാധാരണ ലോ ഹെഡിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത് എന്താണ്? ലോ ഹെഡിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് നോക്കിയേ, ഫ്രാൻസിസ് ടർബൈൻ. ഫ്രാൻസിസ് ടർബൈൻ എങ്ങനെയായിരിക്കും? അത് മീഡിയം ഹെഡിലാണ് കേട്ടോ. എന്തിലാ യൂസ് ചെയ്യുന്നത്? മീഡിയം ഹെഡ് ആണ്. നോട്ട് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. അപ്പൊ എല്ലാത്തിന്റെയും ഹെഡും അതിന്റെ ആ ഒരു റേഞ്ച് നിങ്ങൾ പഠിക്കണം. അതായത് ഇവിടെ 30 മീറ്റർ ടു 300 മീറ്റർ വരെയാണ് ഇതിന്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത് എന്താണ്? കെപ്ലാൻ ടർബൈൻ ഉണ്ട്. കെപ്ലാൻ ടർബൈൻ എന്തായിരിക്കും? അത് ലോ
ഹെഡിലാണ് ഉപയോഗിക്കുന്നത്. ഇതും എന്തിൽ തന്നെയാണ്? ലോ ഹെഡിലാണ് ഉപയോഗിക്കുന്നത്. കെപ്ലാൻ ടർബൈനും എന്തിൽ തന്നെയാണ്? ലോ ഹെഡിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ബിലോ 30 മീറ്റർ, അതായത് ബിലോ 30 മീറ്റർ റേഞ്ചിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടർബൈനും ഹൈ ഹെഡ് ആണോ, ലോ ഹെഡ് ആണോ, മീഡിയം ഹെഡ് ആണോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിൻ്റെയൊക്കെ ആ ഒരു റേഞ്ച് എനിക്ക് അറിയുന്ന പോലെ ഞാൻ റേഞ്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ചില ഓരോ ബുക്സിലും എന്താണ് അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ എന്താ ഗ്രേറ്റർ ദാൻ 250 മീറ്റർ എന്ന രീതിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ നിയർലി ഞാനൊരു വാല്യൂ കൊടുത്തുന്നേ ഉള്ളൂ. അപ്പൊ എന്താണ്? ഇറ്റ്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ 300 മീറ്റർ. എന്താണ്? ഇമ്പൾസ് ടർബൈൻ ആണ് എന്തിൽ യൂസ് ചെയ്യുന്നത്? ഹൈ ഹെഡിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കരുത് ഞാൻ പഠിച്ച ബുക്കിൽ 250 മീറ്റർ ആയിരുന്നല്ലോ ഗ്രേറ്റർ ദാൻ എന്ന രീതിയിലാണ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞിട്ട് വിചാരിക്കരുത്. ഓരോ ബുക്കിലും നമ്മൾ റെഫർ ചെയ്യുന്ന അനുസരിച്ച് ഇറ്റ് വിൽ ബി വേരി. പക്ഷെ എന്താണ്? ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? 250 ഓർ 300 മീറ്റർ ആണ് നിയർലി ആ ഒരു റേഞ്ച് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മളുടെ ഹൈ ഹെഡിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഹൈ ഹെഡ് ഏതാണ്? നിങ്ങൾ തന്നെ പഠിക്കുക. ഓരോ ടർബൈനും ഹൈ ഹെഡ്, ലോ ഹെഡ്, മീഡിയം ഹെഡ് എന്നറിയാം. അതിന്റെ മീറ്റേഴ്സും നിങ്ങൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ഓരോന്നിന്റെയും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ഈസ് ദ സിമ്പിൾ അസംബ്ലി ഓഫ് മൊഡ്യൂൾ ഇൻ സോളാർ പാനൽ? നമ്മൾ സോളാർ പാനൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, PV വോൾട്ടാലിക് സെൽ എന്നൊക്കെ പറഞ്ഞാട്ടാ പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് വാട്ട് ഈസ് എ സിമ്പിൾ അസംബ്ലി, വളരെ ചെറിയ സിമ്പിൾ കുഞ്ഞത്. അതായത് എന്താണ്? നമ്മൾ സോളാർ സെൽസ് പറയും, സെൽസിനെ എന്താണ് സീരീസ് ആയി കണക്ട് ചെയ്ത മൊഡ്യൂൾസ് എന്ന് പറയും അല്ലെ, മൊഡ്യൂൾസിനെ പിന്നെ സീരീസ് ആയി കണക്ട് ചെയ്ത അറേ എന്ന് പറയും. അങ്ങനെ ഒരു എന്താണ് സ്റ്റേജസിലാണ് കൂടിയാണ് എന്താണ് ഒരു സോളാർ പാനൽ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണ് സിമ്പിൾ അസംബ്ലി ഓഫ് മൊഡ്യൂൾ ഇൻ സോളാർ പാനൽ എന്ന് പറയുന്നത് ഏതാണ്? സിമ്പിൾ അസംബ്ലി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, അറേ, ഓപ്ഷൻ ബി സെൽ, ഓപ്ഷൻ സി പാനൽ, ഓപ്ഷൻ ഡി ജംഗ്ഷൻ ബോക്സ്. എന്താണ് അതിനെ സ്പെസിഫൈ ചെയ്ത് പറയാ? സിമ്പിൾ അസംബ്ലി ഓഫ് മൊഡ്യൂൾസ് ഓഫ് സോളാർ പാനൽ എന്ന് പറയുന്നത് ഏതാണ്? ഏതായിരിക്കും? അതിന്റെ പേരാണ് നമ്മൾ എന്ത് പറയുന്നത്? അസംബ്ലി ഓഫ് മൊഡ്യൂൾസ് എന്നാണ്. നോട്ട് ചെയ്യാട്ടോ. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഇതല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് സെൽസ് അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്ത് പോവാറ് ചാൻസ് കൂടുതലാണ്. പക്ഷെ ഇതിനകത്ത് നോക്കിയേ, അസംബ്ലി, സിമ്പിൾ അസംബ്ലി ഓഫ് മൊഡ്യൂൾസ് എന്നാണ് തന്നിട്ടുള്ളത്. മൊഡ്യൂൾസ് ഉണ്ട്. മൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മൊഡ്യൂൾസ് എന്ന് പറയുന്നത് എന്തിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? മൊഡ്യൂൾ എന്ന് പറയുന്നത് സോളാർ പാനലിനെയാണ് അല്ലെ. മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്തിനാണ്? സോളാർ പാനലിനെയാണ്. അപ്പൊ ഏതായിരിക്കും അത്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, അറേ ആണ്. ഓപ്ഷൻ എ, അറേ ആണ്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്? ആദ്യം സെല്ലായിരിക്കും അല്ലെ. ആദ്യം സെല്ലിനെ എല്ലാം കമ്പൈൻ ചെയ്തിട്ട് സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്യും. സീരീസ് ആയിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്യുക. നോട്ട് ചെയ്യുക. അതൊന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സീരീസ് ആയി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? സെല്ലിനെ സീരീസ് ആയി അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വരുന്നത്? സെല്ലിനെ ആകുമ്പോൾ മൊഡ്യൂൾ, അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? സോളാർ പാനൽ അല്ലെ. മൊഡ്യൂൾ ആയി കിട്ടും നിങ്ങൾക്ക്. മൊഡ്യൂൾ വരും, മൊഡ്യൂൾ ആകും. ഈ മൊഡ്യൂളിനെ വീണ്ടും കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുക? മൊഡ്യൂളിനെ എന്താ വരുന്നത്? മൊഡ്യൂളിനെ കമ്പൈൻ ചെയ്ത അറേ. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അറേ ആയി കിട്ടും അല്ലെ. അറേ ആയിട്ടാണ് വരുന്നത്. അത് തന്നെയാണ് നമ്മളുടെ ക്വസ്റ്റ്യനും. സിമ്പിൾ അസംബ്ലി ഓഫ് മൊഡ്യൂളിനെ അസൈൻ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? സോളാർ പാനലായി കിട്ടുന്നത് എന്താണ്? അറേ ആയിട്ടാണ് നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ ആ ഒരു ഇത് നോക്കുക. മാച്ച് ദ ഫോളോയിങ് രീതിയിലും സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ ആദ്യം എന്താ? സെൽ, ആ ഒരു കൺസ്ട്രക്ഷൻ ഏത് രീതിയിലാണെന്നുള്ളത് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഐഡന്റിഫൈ ദ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഫ്രം ദ ഫോളോയിങ്. വീണ്ടും എന്താണ്? നമ്മൾ റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, ഏതാണ് ഇവിടുത്തെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ്? സോളാർ, നാച്ചുറൽ ഗ്യാസ്, ജിയോ തെർമൽ, ഹൈഡ്രോ. ഏതാണ് നോൺ റിന്യൂവബിൾ? സോളാർ എന്താണ്? ഒരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആണ് അല്ലെ. ജിയോ തെർമൽ എന്ന് പറയുന്നതും ഹൈഡ്രോ എന്ന് പറയുന്നതൊക്കെ എന്ത് തന്നെയാണ്? ഒരു നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജി, റിന്യൂവബിൾ ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോൺ റിന്യൂവബിൾ റിസോഴ്സസിനകത്ത് ഏതാണ്? നാച്ചുറൽ ഗ്യാസ് ആണ്. നാച്ചുറൽ ഗ്യാസ് അല്ലെ. ഒരുപാട് കാലം അല്ലെ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്താണ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ എന്താ നാച്ചുറൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്? ഏതാണ് ഇതിലെ? നാച്ചുറൽ ഗ്യാസ് ആണ് ഇവിടുത്തെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? ഞാൻ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയാണ്, റിന്യൂവബിളിന്റെയും നോൺ റിന്യൂവബിളിന്റെയും ക്ലാസിഫിക്കേഷൻസ് നന്നായി പഠിക്കുക.
അതിന് റിപ്പീറ്റഡ് ആയിട്ട് എന്നും എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ എന്താ അറിഞ്ഞിരിക്കുക, വെറുതെ മാർക്ക് കളയണ്ട. എന്തായാലും ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ഈ ഒരു റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ അല്ലെങ്കിൽ എന്താണ് കൺവെൻഷണൽ അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഈസി ആയി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം. ഓക്കെ, കൺഫ്യൂഷൻ ആക്കാൻ ചോദിക്കും, പക്ഷെ എന്താണ് നന്നായി അതിൽ സ്ട്രോങ് ബേസ്, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. സ്ട്രോങ് ബേസ് ഉണ്ടായിരിക്കണം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. സോളാർ സെൽസ് ആർ മെയ്ഡ് ഓഫ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെ. സോളാർ സെല്ല് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഏതാണ്? അലുമിനിയം, ജെർമേനിയം, സിലിക്കൺ, കാഡ്മിയം. ഏത് മെറ്റീരിയൽ ആണ് സോളാർ സെല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? ഏതായിരിക്കും? സിലിക്കൺ അല്ലേ? സിലിക്കൺ കൊണ്ടാണ് എന്താണ് നമ്മൾ സോളാർ സെല്ല് ഉണ്ടാക്കുന്നത്. ഏത് മെറ്റീരിയൽ കൊണ്ടാണ്? സിലിക്കൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എന്താണ് സിലിക്കൺ യൂസ് ചെയ്യാൻ കാരണം? അലുമിനിയം യൂസ് ചെയ്തൂടെ? ജെർമേനിയം, കാഡ്മിയം ഒക്കെ ഉപയോഗിച്ചൂടെ? എന്തുകൊണ്ടാണ് സിലിക്കൺ തന്നെ ഉപയോഗിക്കുന്നത്? അലുമിനിയം പറഞ്ഞാൽ എന്താണ്? അതൊരു കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ് അല്ലെ, മെറ്റൽ. അത് സാധാരണ നമ്മൾ ഉപയോഗിക്കില്ല. പക്ഷെ നമുക്ക് അടുത്ത ഡൗട്ട് വരും, ജെർമേനിയം പറഞ്ഞ ഒരാളില്ലേ, ഇയാളും സെമി കണ്ടക്ടർ തന്നെയല്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ സിലിക്കൺ മാത്രം ഉപയോഗിക്കുന്നത്? ജെർമേനിയം എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാന്നുള്ളൊരു ഡൗട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വരാറുണ്ട്. ജെർമേനിയം യൂസ് ചെയ്യും, പക്ഷെ ജെർമേനിയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ എക്സ്പെൻസീവ് ആണ്. സിലിക്കനെ കമ്പയർ ചെയ്യുമ്പോൾ മോർ എക്സ്പെൻസീവ് ആണ് ആര്? ജെർമേനിയം പറയുന്ന ആള്. അതായത് നമ്മളുടെ സാറ്റലൈറ്റ് പോലുള്ള വിക്ഷേപണത്തിലൊക്കെ തിൻ ആയിട്ടുള്ള സോളാർ സെല്ലിന്റെ പാർട്സുകൾ ഉപയോഗിക്കാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ ആരിനെ യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ജെർമേനിയത്തിനെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് സോളാർ സെൽ ഉണ്ടാക്കാൻ നമ്മളെല്ലാം ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന നമ്മളുടെ സോളാർ സെൽ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിലിക്കൺ ആണ്. അബണ്ടൻസ് കൂടുതലാണ്, നമുക്ക് ഒരുപാട് അവൈലബിലിറ്റി കൂടുതലാണ് സിലിക്കൺ. പിന്നെ കമ്പയർ ടു ചീപ്പും ആണ് ജെർമേനിയത്തിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അടുത്തുള്ള എന്താണ്? കാഡ്മിയം. പ്യുവർ കാഡ്മിയം യൂസ് ചെയ്യാറില്ല. പക്ഷെ കാഡ്മിയത്തിന്റെ വേറൊരു വേർഷൻ ഉണ്ട്, കാഡ്മിയം ടെലൂറൈഡ് എന്ന് പറയുന്ന ഒരു സാധനം. അവനെ നമുക്ക് സോളാർ സെൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അതായത് പ്യുവർ, നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. കാരണം സോളാർ സെല്ലിന്റെ ഉണ്ടാക്കുന്ന മെറ്റീരിയലില് കാഡ്മിയം ടെലൂറൈഡ് എന്ന് പറഞ്ഞ ഒരു സാധനം കൂടിയുണ്ട്. അപ്പൊ നിങ്ങളോട് ആ ഒരു ഓപ്ഷൻ തരികയാണെങ്കിൽ പ്യുവർ കാഡ്മിയം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിച്ച് സോളാർ സെൽ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. പക്ഷെ കാഡ്മിയത്തിന്റെ വേറൊരാളുണ്ട്, അതായത് കാഡ്മിയം ടെലൂറൈഡ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ സെൽ ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ? മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് സിലിക്കൺ തന്നെയാണ്. സിലിക്കണിൽ നിന്ന് തന്നെയായിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. അപ്പൊ സോളാർ സെൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് സോളാർ സെൽ ഉണ്ടാക്കുന്നത്? സിലിക്കൺ ആണ്, മറക്കരുത്, സിലിക്കൺ. ക്ലിയർ? പിന്നെ അതിന്റെ സ്റ്റെബിലിറ്റി കൂടുതലാണെന്നുള്ള കാര്യങ്ങൾ, കുറെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് പോവാ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ഫ്യൂവൽ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ? കണ്ണടച്ച് ആൻസർ പറയാം അല്ലെ നമുക്ക്. ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുറേനിയം 235 ആണ്. ഏതാണ്? യുറേനിയം 235. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. CO60. എന്താണ് CO60 എന്ന് പറയുന്ന ആള്? കൊബോൾട്ട് 16 ആണ്. കൊബോൾട്ട് 16 ആണ്. ഇത് സാധാരണ മെഡിക്കൽ റേഡിയേഷൻ ഫീൽഡിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ചോദിച്ചിട്ടില്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കൊബോൾട്ട് 16 എന്ന് പറയുന്നത്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? അയോഡിൻ. അയോഡിൻ. പിന്നെ യുറേനിയം 238 ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് ഫ്യൂവൽ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യുറേനിയം 235 ആണ്. ക്ലിയർ? ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന ആൾക്കാരാണ് അല്ലെ നമ്മള്. ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഏത് റിയാക്ടർ ആണ്? യുറേനിയം 235 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. The power generations in a windmill depends on. അതായത് വിൻഡ് മില്ലിലെ പവർ ജനറേഷൻ എന്ത് ഫാക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. വിൻഡ് വെലോസിറ്റി, ഹൈറ്റ് ഓഫ് ടവർ, തിക്നെസ് ഓഫ് ബ്ലേഡ്, ഷേപ്പ് ഓഫ് ബ്ലേഡ്. എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പവർ ജനറേഷനിനെ വിൻഡ് മിൽ ഡിപ്പെൻഡ്സ് ഓഫ്. എന്തിനാ ഡിപ്പെൻഡ് ചെയ്യും? മെയിൻ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ നോക്കിയേ, ഹൈറ്റ് ഓഫ് ടവർ, ഹൈറ്റ് ഡിപ്പെൻഡ് ചെയ്യില്ലേ എന്ന് വിചാരിക്കും. അതായത് തിക്നെസ് ഓഫ് ബ്ലേഡിന്റെ തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഷേപ്പ് ഓഫ് ബ്ലേഡ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യില്ലേ എന്ന് നമുക്ക്
തോന്നാം. പക്ഷെ കറക്റ്റ് ആൻസർ എന്തിനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ് വെലോസിറ്റിനെയാണ്. എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വിൻഡ് വെലോസിറ്റിനെയാണ്. ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പവർ ജനറേഷന്റെ വിൻഡ് പവർ ജനറേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യമുണ്ട്. അതായത് വിൻഡ് പവർ ജനറേഷൻ നമ്മളൊരു വിൻഡ് മില്ലിൽ ജനറേറ്റ് ചെയ്യുന്ന പവർ ജനറേഷൻ എന്ന് പറയുന്നത്, അതായത് P is directly proportion to ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അതായത് V ക്യൂബ് ആണ് എന്നുള്ളൊരു ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. The power generation in a windmill depends on. താഴെ തന്നിട്ടുള്ളതിൽ വിൻഡ് മില്ലിന്റെ പവർ ജനറേഷൻ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പൊ നോക്കിയേ, വിൻഡ് വെലോസിറ്റി, ഹൈറ്റ് ഓഫ് ടവർ, തിക്നെസ് ഓഫ് ബ്ലേഡ്, ഷേപ്പ് ഓഫ് ബ്ലേഡ്, എന്ത് ഫാക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പവർ ജനറേഷൻ ഓഫ് വിൻഡ് മിൽ എന്ത് ഫാക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കാൻ നിങ്ങൾ ഒരു കാര്യം അറിയണം ഫസ്റ്റ് തന്നെ. അതായത് പവർ ഔട്ട്പുട്ട്, ഒരു വിൻഡ് ടർബൈന്റെ പവർ ഔട്ട്പുട്ട് റിലേറ്റഡ് ആയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് പവർ ഔട്ട്പുട്ട് P ഈക്വൽ ടു എന്താ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് റോ വി ക്യൂബ് എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. വി ക്യൂബ് CP എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, പവർ ഔട്ട്പുട്ട്, അതായത് പവർ ഔട്ട്പുട്ട് ഓഫ് എ വിൻഡ് ടർബൈൻ എന്ന് പറയുന്നത് നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് ഒരു എനർജി ഇക്വേഷൻ ആണ്. പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ അറിഞ്ഞിരിക്കുക. ഇൻ ഡെപ്തിലോട്ട് പോകണ്ട നമുക്ക്. അപ്പൊ ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പവർ അല്ലെ, പവർ എന്ന് പറയുന്ന പവർ ജനറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വി ക്യൂബ് ആണ്. അതായത് വി ക്യൂബ് എന്ന് പറയുന്നത് വിൻഡ് വെലോസിറ്റി ആണ്. ഒരു എ കൂടി ഉണ്ട് കേട്ടോ. വിൻഡ് വെലോസിറ്റി ആണ്, അതാണ് ഇക്വേഷൻ. അപ്പൊ എന്താണ്? പവർ ജനറേറ്റ് ചെയ്യുന്ന വിൻഡ് മില്ലില് ജനറേറ്റ് ചെയ്യുന്ന പവർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എന്തിനാണ്? വി ക്യൂബ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ആണ്, വിൻഡ് വെലോസിറ്റി ആണ് പറയപ്പെടുന്നത്. അപ്പൊ അതിന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അതായത് പവർ ജനറേഷൻ ഓഫ് എ വിൻഡ് മിൽ എന്തിനെയാണ് കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡിന്റെ വെലോസിറ്റിനെയാണ് അതെന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? വിൻഡിന്റെ വെലോസിറ്റിനെയാണ് അതെന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ ഫോർമുലയും കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നും പറയില്ല, പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്യുക എന്തുകൊണ്ടാണ് ഈ ആൻസറിലോട്ട് വന്നത്. നമുക്കറിയാം തിക്നെസ്, ബ്ലേഡിന്റെ, ഹൈറ്റ് ഓഫ് ടവർ, ഇതൊക്കെ ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷെ കൂടുതലായും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി, വിൻഡിന്റെ വെലോസിറ്റിനെയാണ് അതെന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. The principle on which solar cell work. സോളാർ സെൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. എന്തിന്റെ പ്രിൻസിപ്പിളിലാണ് നമ്മൾ സോളാർ സെൽ വർക്ക് ചെയ്യുന്നത്? PV, ഫോട്ടോ വോൾട്ടാലിക്. PV സെൽ എന്നല്ലേ നമ്മൾ പറയാ, ഫോട്ടോ വോൾട്ടാലിക് സെൽ. അപ്പൊ അതിന്റെ പ്രിൻസിപ്പിൾ എന്ത് തന്നെയാണ്? നോക്കിയ ഒപ്റ്റോ കപ്ലിംഗ്, ഐസൊലേഷൻ, ഫോട്ടോ വോൾട്ടാക്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, എന്തിന്റെയാണ്? സോളാർ സെല്ലിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ ഫോട്ടോ വോൾട്ടാലിക്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതിൽ ചോദിച്ചത് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടില്ലേ. മെറ്റീരിയൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? സിലിക്കൺ മെറ്റീരിയൽ കൊണ്ടാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോളാർ സെല്ലിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ് ഒരു സെൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്? അതായത് ഓപ്പൺ ആയിട്ട് കിട്ടുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇറ്റ് വിൽ ബി 0.5 to 0.6 വോൾട്ടേജ് ആണ് കേട്ടോ. നിയർലി അറിഞ്ഞിരുന്നാൽ മാത്രം മതി എന്നാണ്. അതായത് മാക്സിമം ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അതിനകത്ത് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 0.5 to 0.6 വോൾട്ട് ആണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ചോദിച്ചാൽ ആൻസർ ചെയ്യാം. അപ്പൊ മെറ്റീരിയൽ സിലിക്കൺ ആണ്. എന്തിന്റെ പ്രിൻസിപ്പിളിലാണ് അത് വർക്ക് ചെയ്യുന്നത്? ഫോട്ടോ വോൾട്ടാലിക് പ്രിൻസിപ്പിളിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. The use of economizer in thermal power plant. വീണ്ടും നമ്മളുടെ എന്താണ് പാർട്സുകൾ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു അല്ലെ. എക്കണോമൈസറിന്റെ തെർമൽ പവർ പ്ലാന്റിലെ എക്കണോമൈസറിന്റെ യൂസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും? ഹീറ്റ് അപ്പ് ഫീഡ് വാട്ടർ, ഹീറ്റ് അപ്പ് ദ ഫ്യൂവൽ, കൂൾ ദ പൾവറൈസ്ഡ് ഫ്യൂവൽ, ഹീറ്റ് അപ്പ് ഇൻകമിംഗ് എയർ. ഏതാണ് ചെയ്യുന്നത്? ആരാണ് ചെയ്യുന്നത്? എക്കണോമൈസറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ് ഇവിടെ? ഹീറ്റ് അപ്പ് ഫീഡ് വാട്ടർ. ഹീറ്റ് അപ്പ് ദ ഫീഡ് വാട്ടർ ആണ് എക്കണോമൈസറിന്റെ മെയിൻ ആയിട്ട്. തെർമൽ പവർ പ്ലാന്റിലെ എക്കണോമൈസറിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് അപ്പ് ദ ഫീഡ് വാട്ടർ ആണ്. അടുത്ത നോക്കിയേ, ഹീറ്റ് അപ്പ് ദ ഫ്യൂവൽ ആരാ ചെയ്യാം? അത് നമ്മളുടെ ഫ്യൂവൽ ഹാൻഡിലർ സിസ്റ്റം ആണ് അല്ലെ. ഫ്യൂവലൊക്കെ ഹീറ്റ് ചെയ്യുന്നത് ഇതാണ്, ഫ്യൂവൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം ആണ്, അറിയാലോ. ഞാൻ അടുത്ത് നോക്കിയാൽ ഹീറ്റ് അപ്പ് ഇൻകമിംഗ് എയർ. ഇൻകമിംഗ് എയറിന് ഏതാണ്? എയർ പ്രീ ഹീറ്റർ ആണ്. അപ്പൊ ഓരോന്നിന്റെയും പാർട്സും അതിന്റെ വർക്കിങ്ങും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയാണ്, പഠിച്ചേ പറ്റൂ, എന്നാലേ ഇതിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ.
Next question number 14. In hydroelectric power plant, the surge tank is used to again. നമ്മൾ തെർമൽ ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ കണ്ടെങ്കിൽ ഇവിടെ എന്തായി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആയി അല്ലെ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ സർജ് ടാങ്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സർജ് ടാങ്കിന്റെ യൂസ് എന്താണ്? ഓക്കെ, സപ്ലൈ വാട്ടർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓപ്ഷൻ ബി, റിലീവ് വാട്ടർ ഹാമർ പ്രഷർ ഇൻ പെൻസ്റ്റോക്ക് പൈപ്പ്, പ്രൊഡ്യൂസ് സർജ് ഇൻ ദ പൈപ്പ് ലൈൻ, നൺ ഓഫ് ദിസ്. എന്താണ് സർജ് ടാങ്കിന്റെ ഫംഗ്ഷൻ? ഇറ്റ് വിൽ ബി എന്താണ് അത് ചെയ്യുക? റിലീവ് വാട്ടർ ഹാമർ പ്രഷർ ഇൻ ദ പെൻസ്റ്റോക്ക് പൈപ്പ്. നിങ്ങൾ ഓരോ പാർട്സും ആ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഡീറ്റെയിൽ ആ ഒരു പിക്ചർ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുക അല്ലെ. എപ്പോഴും ഡാമിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നു, അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലേക്ക് അല്ലെ, അവസാനം ജനറേറ്റർ വഴി പവർ ജനറേറ്റ് ചെയ്ത് പുറത്തു പോകുന്നു. ആ ഒരു ഡയഗ്രാം അറിഞ്ഞില്ലെങ്കിൽ ഒന്ന് വരയ്ക്കുക, എന്നിട്ട് എഴുതുക, ഓരോ പാർട്സുകളും അതിന്റെ ഫംഗ്ഷൻ എഴുതുക, സ്പെസിഫൈ ചെയ്ത് പോവുക. ക്ലിയർ? അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഓർക്കാൻ എളുപ്പമാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ എന്താണ്? സർജ് ടാങ്കിന്റെ പവർ പ്ലാന്റിലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ സർജ് ടാങ്ക് എന്തിനാ ഉപയോഗിക്കുന്നത്? റിലീവ് വാട്ടർ ഹാമർ പ്രഷർ ഇൻ പെൻസ്റ്റോക്ക് പൈപ്പ്. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. What is the approximate efficiency of a typical thermal power station? ഒരു തെർമൽ പവർ സ്റ്റേഷന്റെ എഫിഷ്യൻസി. നിങ്ങൾ വിചാരിക്കും തെർമൽ കാണുമ്പോൾ വളരെ എഫിഷ്യൻസി കൂടിയ ഒരാളായിരിക്കും എന്നൊക്കെ നമ്മളുടെ മൈൻഡിൽ വരാം. കോളൊക്കെയാണ്, കോൾ പൾവറൈസ് ചെയ്യുന്നു, അത് കോളിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. അപ്പൊ എഫിഷ്യൻസി അവിടെ കൂടുതലായിരിക്കുന്ന നമ്മളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലായിട്ടൊരു ഇത് വരാറുണ്ട് അല്ലെ സാധാരണ. പക്ഷേ തെർമൽ പവർ പ്ലാന്റിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നിയർലി 26 to 36 ആണ് റേഞ്ച് എന്ന് പറയുന്നത്. സാധാരണ വരുന്നത് ഒരു 30 to 35 ആ ഒരു റേഞ്ചിലാണ് എപ്പോഴും കാണാറുള്ളത് കേട്ടോ. 30 to 35% ആണ് നോർമൽ ഒരു തെർമൽ പവർ സ്റ്റേഷന്റെ ടിപ്പിക്കൽ എഫിഷ്യൻസി, അപ്രോക്സിമേറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? അതായത് ബാക്കിയെല്ലാം തന്നിട്ടുള്ള 45 to 55, 50 അതൊക്കെ എന്താണ്? എഫിഷ്യൻസി കൂടുതലാണ്. ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നത്? എഫിഷ്യൻസി എന്തുകൊണ്ടാണ് ഇവിടെ കുറയാൻ കാരണം? നമുക്ക് ഇവിടുന്ന് ഹൈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അല്ലെ, അതൊരു ഫാക്ടറാണ്. അപ്പൊ എഫിഷ്യൻസി ഓട്ടോമാറ്റിക്കലായി അവിടെ കുറയും. തെർമൽ ആയതുകൊണ്ട് എന്താണ്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ അങ്ങനെ കുറെ ഇഷ്യൂസ് അവിടെ വരുന്നുണ്ട്. അതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാം അവിടെ എന്താണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റും. അപ്പൊ എന്താണ് എഫിഷ്യൻസി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ചെയ്യുക, അതെന്താ 26 to 36 എഫിഷ്യൻസി വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. ഫോർ ഹൈ ഹെഡ് ലോ ഡിസ്ചാർജ് ഹൈഡൽ പവർ പ്ലാന്റ് ദ വാട്ടർ ടർബൈൻ യൂസ്ഡ് ഈസ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഹൈ ഹെഡ് ഏതാണ്, ലോ ഹെഡ് ഏതാണ്, ഹൈ ഹെഡ് താഴെ തന്നിട്ടുള്ളത് ഹൈ ഹെഡ് ഏതാണെന്ന് ചോദിച്ചിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നത്. ഇവിടെ അതിന്റെ നേരെ നോക്കിയേ എന്താ ചോദിച്ചിട്ടുള്ളത്? ഹൈ ഹെഡ് ലോ ഡിസ്ചാർജ്. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ എന്തുകൂടി നമുക്ക് അതിൽ സ്പെസിഫൈ ചെയ്തു തന്നു. ലോ ഡിസ്ചാർജ് ഹൈഡൽ പവർ പ്ലാന്റ് ദ വാട്ടർ ടർബൈൻ യൂസ്ഡ് ഈസ്. ഏത് വാട്ടർ ടർബൈൻ ആണ് ഉപയോഗിക്കുന്നത്? നോക്കിയേ, പെൽട്ടൺ വീൽ, ഫ്രാൻസിസ് ടർബൈൻ, പ്രൊപ്പലർ ടർബൈൻ, കെപ്ലാൻ ടർബൈൻ. ഏത് ടർബൈൻ ആണ് ഉപയോഗിക്കുന്നത്? അപ്പൊ നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ വേറൊരാൾ ഉണ്ടായിരുന്നു. ഇവിടെ എന്തായിരുന്നു? ഇമ്പൽസ് ടർബൈൻ എന്നാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഓർമ്മയുണ്ടോ? ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിന്റെ പേര് എന്തായിരുന്നു? ഇമ്പൽസ് ടർബൈൻ തന്നെയായിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ വേറൊരു ഇതിൽ അറിയപ്പെടുന്നത്. എന്താണ്? പെൽട്ടൺ വീൽ അല്ലെങ്കിൽ എന്താണ്? ഇമ്പൽസ് ടർബൈൻ ആണ് നമ്മൾ പഠിച്ചു പോകുന്നതാണ് അല്ലെ. നമ്മൾ പഠിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഹൈ ഹെഡ് ലോ ഡിസ്ചാർജിൽ പറയുന്നത് ഇമ്പൽസ് ആണെന്ന് പറഞ്ഞ് പഠിച്ചു പോയി. പക്ഷെ ക്വസ്റ്റ്യനിൽ വന്നപ്പോ എന്താണ്? അത് പെൽട്ടൺ വീൽ ആയിട്ട് വന്നു, ഇമ്പൽസ് അല്ല. നമ്മൾ ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടപ്പോ എന്തായിരുന്നു? അവിടെ ഇമ്പൽസ് ആയിരുന്നു. ഇവിടെ വന്നപ്പോ എന്തായി? ആള് പെൽട്ടൺ വീലായി. അതും എന്ത് തന്നെയാണ്? ഇമ്പൽസ് ടർബൈൻ തന്നെയാണ് അല്ലെ. അപ്പൊ ഹൈ ഹെഡും അതുപോലെ എന്താണ്? ലോ ഡിസ്ചാർജ് ഫ്ലോ ചെയ്യുന്നത് ആരാണ് നമ്മളുടെ ഇതില്? പെൽട്ടൺ വീലാണ്. ബാക്കിയെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതല്ലേ. ഫ്രാൻസിസ് എങ്ങനെയാണ്, പ്രൊപ്പലർ എങ്ങനെയാണ്, കെപ്ലാൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഞാൻ അതിലോട്ട് പോകുന്നില്ല, നിങ്ങൾ അത് പഠിക്കുക. ഓരോന്നിന്റെയും ടർബൈൻ എടുക്കുക, അതിന്റെ ഹെഡ് ലോ ഹെഡ് ആണോ ഹൈ ഹെഡ് ആണോ പഠിക്കുക, അതിന്റെ മീറ്റർ നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് വരും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. എക്യുപ്മെന്റ് യൂസ്ഡ് ഫോർ പൾവറൈസിംഗ് ദ കോൾ ഈസ് നോൺ as. കോൾ പൾവറൈസ് ചെയ്യാൻ ഏത് എക്യുപ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? ബാൾ മിൽ, ഹോപ്പർ, ബർണർ, സ്റ്റോക്കർ. ഏതാണ് യൂസ് ചെയ്യുന്നത് നമ്മള് കോൾ പൾവറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ബാൾ മില്ലാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. ഏതാണ്? ബാൾ മില്ലാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
ക്വസ്റ്റ്യൻ നമ്പർ 80, വാട്ടർ ഹാമർ ഒക്കേഴ്സ് ഇൻ. എവിടെയാണ് വാട്ടർ ഹാമർ ഒക്കർ ചെയ്യുന്നത്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ വാട്ടർ ഹാമർ ഏതിലാണ് ഒക്കർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സർജ് ടാങ്ക്, പെൻ സ്റ്റോക്ക്, ടർബൈൻ കേസിംഗ്, ഡ്രാഫ്റ്റ് ട്യൂബ്. എവിടെയാണ് വാട്ടർ ഹാമറിംഗ് ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാട്ടർ ഹാമറിംഗ് ഉണ്ടാവുന്നത് ഏത് ഭാഗത്താണ്? ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷനിൽ വാട്ടർ ഹാമർ ഉണ്ടാവുന്നത് നമ്മളുടെ പെൻ സ്റ്റോക്കിന്റെ ഭാഗത്താണ്. എവിടെയാണ് ഒക്കർ ചെയ്യുക? അത് പെൻ സ്റ്റോക്കിലാണ് വാട്ടർ ഹാമർ ഒക്കർ ചെയ്യുന്നത്. അപ്പൊ ഓരോന്നിനും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, സ്പെസിഫൈ ചെയ്ത് നോക്കിക്കോളൂ എന്തൊക്കെയാണെന്നുള്ളത്. ഡിസൈൻ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 19, the modern steam turbine are. മോഡേൺ സ്റ്റീം ടർബൈൻ ഏതാണ്? താഴെ തന്നിട്ടുള്ളതിൽ മോഡേൺ സ്റ്റീം ടർബൈൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും മോഡേൺ സ്റ്റീം ടർബൈൻ? ഇമ്പൾസ് ടർബൈൻ, റിയാക്ഷൻ ടർബൈൻ, ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻ, നൺ ഓഫ് ദി എബോ. ഏതാണ് മോഡേൺ സ്റ്റീം ടർബൈൻ? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് മോഡേൺ സ്റ്റീം ടർബൈൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇമ്പൾസ് ടർബൈൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സ്റ്റീം ടർബൈൻ ആയിട്ട് നമ്മൾ ഇമ്പൾസ് ടർബൈൻ യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു പോയാൽ നന്നായിരിക്കും ഓരോ ടർബൈനിന്റെയും. അപ്പൊ ഇമ്പൾസ് ടർബൈൻ എടുക്കുമ്പോൾ അവിടെ ഫിക്സഡ് നോസിൽസ് ആണുള്ളത്. കേസ് എടുക്കുമ്പോൾ അതുപോലെ തന്നെ എന്താണ് ഹൈ പ്രഷറിലൊക്കെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. റിയാക്ഷൻ ആകുമ്പോൾ ഫിക്സഡ് മാത്രമല്ല, പ്രഷർ ഡ്രോപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫിക്സഡ് അല്ലെങ്കിൽ മൂവിങ് ബ്ലേഡ്സ് ഒക്കെയാണ് ഈ ഒരു റിയാക്ഷൻ ടർബൈനകത്ത് ഉണ്ടാവുന്നത്. ലോ പ്രഷറിലാണ് സാധാരണ അത് ഉപയോഗിക്കുന്നത്. പക്ഷെ മോഡേൺ സ്റ്റീം ടർബൈനിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻ ആണ്. ഏതാണ്? ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻ ആണ് മോഡേൺ സ്റ്റീം ടർബൈൻ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അതിന്റെയും ഓരോ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം, പഠിച്ചേ പറ്റുള്ളൂ. കാരണം വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, സ്മാൾ ആൻഡ് ലോ പ്രഷർ അപ്ലിക്കേഷൻസിലാണ് അത് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്മാൾ ആൻഡ് ലോ പ്രഷർ അപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നത് ഏത് ടർബൈൻ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയണ്ടേ അതെന്താണ്? ഇമ്പൾസ് ടർബൈൻ ആണെന്ന്. അപ്പൊ അത് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അറിയണം. കാരണം എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓരോ ടർബൈൻ്റെ കേസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും എവിടെ നിന്ന് വേണമെങ്കിലും ഇങ്ങനെ വേണമെങ്കിലും മൈന്യൂട്ടായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഭാഗങ്ങളിലൊക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 20, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഗിയർ ബോക്സ് ഇൻ വിൻഡ് ടർബൈൻ? വിൻഡ് മിൽ വീണ്ടും ചോദിച്ചു. എന്താണ് ഗിയർ ബോക്സിന്റെ ഫങ്ഷൻ? എന്താണ്? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഗിയർ ബോക്സ് ഇൻ വിൻഡ് ടർബൈൻ. എന്താ ചെയ്യുന്നത്? ഇറ്റ് കൺവേർട്സ് ദ എക്സൈറ്റേഷൻ കറന്റ്, ഇറ്റ് കൺവേർട്സ് റോട്ടർ റൊട്ടേഷൻ ഇൻ ടു ഹൈ സ്പീഡ്, ഇറ്റ് കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് വിൻഡ് ദാറ്റ് ഹിറ്റ് ബ്ലേഡ്സ്, ഇറ്റ് കൺട്രോൾസ് ഇന്റേണൽ സപ്ലൈ യൂണിറ്റ്. അപ്പോൾ ഒരു വിൻഡ് ടർബൈനിലെ ഗിയർ ബോക്സിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് കൺവേർട്സ് റോട്ടർ റൊട്ടേഷൻ ഇൻ ടു ഹൈ സ്പീഡ് ആണ്. എന്താണ് അതിന്റെ മെയിൻ ഫങ്ഷൻ? അതായത് ഗിയർ ബോക്സിന്റെ നോട്ട് ചെയ്യുക. ഗിയർ ബോക്സിന്റെ വിൻഡ് ടർബൈനിലെ ഗിയർ ബോക്സിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് കൺവേർട്സ് റോട്ടർ റൊട്ടേഷൻ ഇൻ ടു ഹൈ സ്പീഡിലേക്ക് മാറ്റുന്നതാണ് അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 21, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ? വിൻഡിന്റെ കഴിഞ്ഞു, അടുത്തത് ഏതാ ചോദിച്ചത്? മോഡറേറ്റർ. ന്യൂക്ലിയർ റിയാക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു അല്ലെ. മോഡറേറ്ററിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്ററിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? അപ്പൊ നോക്കിയേ, സ്ലോസ് ഡൗൺ ദ ന്യൂട്രോൺ, അബ്സോർബ് ന്യൂട്രോൺ, കൺട്രോൾ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ, കൺട്രോൾ ദ സ്റ്റീം പ്രൊഡക്ഷൻ. അപ്പൊ മോഡറേറ്ററിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? മോഡറേറ്റർ എന്താ ചെയ്യുക? സ്ലോ ആക്കും അല്ലെ. എന്തിനെയാണ് സ്ലോ ആക്കുന്നത്? സ്ലോസ് ഡൗൺ ദ ന്യൂട്രോൺ. എന്തിനെയാണ് സ്ലോ ചെയ്യുന്നത്? സ്ലോസ് ഡൗൺ ദ ന്യൂട്രോൺ ആണ്. അപ്പൊ ആ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളതായിരിക്കും. എന്നിട്ടല്ലേ നമ്മൾ റിവിഷനിൽ വരുന്നത്. അപ്പൊ ഓരോന്നിന്റെയും പാർട്സും ഫങ്ഷൻസും എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന് കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ ഒന്നും ഇവിടെ ആവശ്യമില്ല അല്ലെ നമുക്ക്. അപ്പൊ എന്താണ് മോഡറേറ്ററിന്റെ ഫങ്ഷൻ? ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്ററിന്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സ്ലോസ് ഡൗൺ ദ ന്യൂട്രോൺ. ന്യൂട്രോണിനെ എന്ത് ചെയ്യും? സ്ലോ ഡൗൺ ആക്കും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 22, വിച്ച് എക്യുപ്മെന്റ് കൺവേർട്സ് വാട്ടർ ഇൻ ടു സ്റ്റീം ഓൺ സ്റ്റീം പവർ സ്റ്റേഷൻ? സ്റ്റീം പവർ സ്റ്റേഷനിൽ വാട്ടറിനെ സ്റ്റീം ആക്കി കൺവേർട്ട് ചെയ്യുന്നത് ഏത് എക്യുപ്മെന്റ് ആണ്? വാട്ടറിനെ സ്റ്റീം ആക്കുന്നത്.
അപ്പൊ പാർട്സുകൾ വളരെ ഇമ്പോർട്ടന്റ് അല്ലെ. വീണ്ടും വന്നു ക്വസ്റ്റ്യൻ. എന്താണ്, ഏത് എക്യുപ്മെന്റ് ആണ് വാട്ടർ ഇൻ ടു സ്റ്റീം ഓൺ സ്റ്റീം പവർ സ്റ്റേഷൻ? ആരാണ്? ബോയിലർ, ഫർണസ്, സൂപ്പർ ഹീറ്റർ, എക്കണോമൈസർ. ഏതാണ്? എന്താണ് വാട്ടറിനെ സ്റ്റീം ആക്കി കൺവേർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റീം പവർ സ്റ്റേഷനിൽ? ആരാണ്? നമ്മളുടെ ബോയിലർ അല്ലേ. ആരാണ് കൺവേർട്ട് ചെയ്യുക? ബോയിലർ ആണ് അല്ലെ. പിന്നെന്താ, ഫർണസ് ഉണ്ട്. ഫർണസിൽ എന്താ ചെയ്യുക? ഫ്യൂവൽ ബേൺ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെ നമ്മളുടെ ഫർണസ് എന്ന് പറയുന്നത്. സൂപ്പർ ഹീറ്റർ എന്താണ്? ഡ്രൈ ചെയ്യും അല്ലെ. എക്സ്ട്രാ ഹീറ്റ് കൊടുത്ത് വെറ്റ് സ്റ്റീമിനെ എന്ത് ചെയ്യും? ഡ്രൈ ആക്കി മാറ്റും സൂപ്പർ ഹീറ്റർ. പിന്നെ ആരാ ഉള്ളത്? എക്കണോമൈസർ ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. ഓരോ പാർട്സുകളും അതിന്റെ ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് എന്താണ്, വാട്ടറിനെ സ്റ്റീം ആക്കി ഒരു സ്റ്റീം പവർ സ്റ്റേഷനിലെ ഏത് എക്യുപ്മെന്റ് ആണ്? അത് നമ്മളുടെ ബോയിലർ ആണ്. Question number 23. Arrange the following from the smallest to largest in a photovoltaic PV system. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഓരോ സ്റ്റെപ്പുകൾ അല്ലെ. ആദ്യം ഏതാണ് ഒരു ഫോട്ടോ വോൾട്ടാലിക് സിസ്റ്റത്തിനകത്ത്, അടുത്തത് ഏതാണ്, അങ്ങനെയാണ് ഒരു വലിയ പവർ PV പാനൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനകത്ത് എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം? ആദ്യം ആരാ വരുന്നത്? സെൽ അല്ലെ, കുഞ്ഞാളല്ലേ വരുന്നത്. അപ്പൊ ഫസ്റ്റ് ആര് വരും? സോളാർ സെൽ വരും. സോളാർ സെല്ലിനെ കമ്പൈൻ ചെയ്തിട്ട് ആരായിരുന്നു പറഞ്ഞു തന്നത്? മൊഡ്യൂൾ ആണ് അല്ലെ. നമ്മൾ നോക്കിയത് മൊഡ്യൂൾ ആണ് വന്നത്, മൊഡ്യൂൾ ആക്കി. പിന്നെ അതിനെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് വന്നു? അറേ വന്നു അല്ലെ. സോളാർ അറേ വന്നു. നെക്സ്റ്റ് അതിനെ കമ്പൈൻ ചെയ്തിട്ട് ആരാ വന്നിട്ടുള്ളത്? അറേ ഫീൽഡ് വന്നു അല്ലെ. അറേ ഫീൽഡ് ആണ് വരുന്നത്. ഫീൽഡ് വന്നു. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? സോളാർ സെൽ ആരാ? ഫസ്റ്റ് വൺ, തേർഡ് അല്ലെ. തേർഡ് ആണ് ആദ്യം വരേണ്ടത്. പിന്നെ ആരാ വരുന്നത്? മൊഡ്യൂൾ. തേർഡ് കഴിഞ്ഞാൽ ഫസ്റ്റ് ആള് വരണം. പിന്നെ ആരാ വരുന്നത്? നെക്സ്റ്റ് ആരാ? അറേ അല്ലെ. അപ്പൊ സെക്കൻഡ് വരണം. പിന്നെ ആരാ വന്നത്? അറേ ഫീൽഡ് ആണ് ഫോർത്ത്. ഈ ഒരു അറേഞ്ച്മെന്റ് ഏതിലാണ് കാണുന്നത്? തേർഡ് എയും ബിയും വരണം. അപ്പൊ സിയും ഡിയും അല്ല, തേർഡ് ഫസ്റ്റ്. ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. അപ്പൊ ആ ഒരു അറേഞ്ച്മെന്റ് നോട്ട് ചെയ്യുക. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. From the given list, choose the correct group of conventional energy sources. വീണ്ടും നമ്മളുടെ കൺവെൻഷനിലേക്ക് തന്നെ പോയി. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള കൺവെൻഷണൽ എനർജി? ഏതാണ്? ഹൈഡ്രോ പവർ, ജിയോ തെർമൽ എനർജി, ടൈഡൽ എനർജി. അടുത്ത നോക്കിയേ, ന്യൂക്ലിയർ എനർജി, സോളാർ, ഹൈഡ്രോ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? കൺവെൻഷണൽ ആണ്. കൺവെൻഷണൽ, നോൺ റിന്യൂവബിൾ അല്ലെ. അപ്പൊ ഏതാണ്? ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫയർവുഡ്, കോൾ, ഫയർവുഡ്, ബയോഗ്യാസ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? കൺവെൻഷണൽ എനർജി കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് കൺവെൻഷണൽ ഗ്രൂപ്പിൽ തന്നിട്ടുള്ളത് ഏതാണ്? നമ്മളുടെ ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫയർവുഡ് ഒക്കെ നമുക്ക് എന്തിന്റെ അണ്ടറിൽ വരാം അല്ലെ. ബാക്കി എല്ലാത്തിലും നോക്കിയാൽ ജിയോ തെർമൽ, ടൈഡൽ, ന്യൂക്ലിയർ എനർജി, സോളാർ, കോൾ, ഫയർവുഡ്, ബയോഗ്യാസ് എന്നൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ആൻസർ നമുക്ക് ഓപ്ഷൻ സി എടുക്കാം അല്ലെ. ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫയർവുഡ് ഒക്കെ ഏതാണ്? കൺവെൻഷണൽ എനർജി റിസോഴ്സസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. Which among the following pairs are not matched? ഏതോ ഒരു പെയർ കറക്റ്റ് അല്ല, മാച്ച്ഡ് അല്ല. അപ്പൊ നമുക്കറിയാം സോളാർ പവർ പ്ലാന്റ് PV സെൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. തെർമൽ പവർ പ്ലാന്റ് അവിടെ ആൾട്ടർനേറ്റർ യൂസ് ചെയ്യാറുണ്ട്, ജനറേറ്റർ അല്ലെ. ജനറേറ്റർ യൂസ് ചെയ്യാറുണ്ട്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നമ്മൾ എന്താണ്? ജനറേറ്റർ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതും കറക്റ്റ് ആണ്. പിന്നെ നോക്കിയേ, തെറ്റായിട്ടുള്ള നോക്കിയേ, ഇൻഡക്ഷൻ മോട്ടോർ. വിൻഡ് പവർ പ്ലാന്റിൽ നമ്മൾ ഇൻഡക്ഷൻ മോട്ടോർ ഉപയോഗിക്കുവോ? വിൻഡ് പവർ പ്ലാന്റിൽ ഇൻഡക്ഷൻ മോട്ടോർ യൂസ് ചെയ്യാറുണ്ടോ? അവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യുക? അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ ഇൻഡക്ഷൻ മോട്ടോർ നമ്മൾ ഉപയോഗിക്കില്ല. ഓപ്ഷൻ കറക്റ്റ്, അതായത് നോക്കിയേ, നോട്ട് മാച്ച്ഡ്. കറക്റ്റ് ആൻസറും എന്താണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. പക്ഷെ ഇവിടെ ഇൻഡക്ഷൻ മോട്ടറിന് പകരം ആരിനെയാണ് നിങ്ങൾ ഉപയോഗിക്കുക? അവിടെയും ജനറേറ്റർ തന്നെയാണ് അല്ലെ. ഏതാ യൂസ് ചെയ്യുന്നത്? സിങ്ക്രണസ് ജനറേറ്റർ ആണ് സാധാരണയായിട്ട് ആ ഒരു വിൻഡ് പവർ പ്ലാന്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതാണ്? സിങ്ക്രണസ് ജനറേറ്റർ. ചിലപ്പോൾ ഇൻഡക്ഷൻ ജനറേറ്റർ പറയാം, സിങ്ക്രണസ് ജനറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കറക്റ്റ് വരേണ്ടത് ജനറേറ്റർ ആയിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ, സിങ്ക്രണസ് ആൾട്ടർനേറ്റർ ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരേണ്ടത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? നോട്ട് മാച്ച് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.
അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ, അതായത് ഈ ഒരു മൊഡ്യൂളിലെ 25 ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാ ഏരിയയും ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഒരുവിധം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളുടെ CC ലേണിംഗ് ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.